ഞാനിന്നൊരു പരാതി കൊടുക്കാൻ വന്നതാണ്. പരാതി എന്തെന്നാൽ എൻ്റെ വീട്ടിലെ കിണറ്റിലേക്ക് അയൽവാസിയായ ഒരു കുടുംബമാണ്. ആ കുടുംബം വിസർജ്യങ്ങൾ, മൃഗങ്ങളുടെയോ മനുഷ്യരുടെയോ ഒക്കെയുള്ള വിസർജ്യങ്ങൾ കോരി എൻ്റെ കിണറ്റിലേക്ക് കൊണ്ട് തള്ളി. ആ പരാതി കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പാലോട് പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ നിൽക്കുന്നത്. ബാക്കി വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയും. ബഹുമാന്യരെ, ഇത് ഞാൻ കൊടുത്ത പരാതിയുടെ കോപ്പിയാണ്. പാലോട് സർക്കിൾ ആ പരാതി കണ്ടു. ഇത് പറഞ്ഞ അദ്ദേഹത്തിന് അത് ബോധ്യപ്പെട്ടു. എൻ്റെ കിണറ്റിൻ്റെ മുകളിൽ ടാർപ്പ് ഇട്ടിരിക്കുകയായിരുന്നു. ആ ടാർപ്പയുടെ മുകളിലേക്കാണ് ഇവരുടെ തൊട്ട് മുന്നിലുള്ള ഇവരുടെ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ഈ മാലിന്യം, അത് പലതരത്തിലുള്ള അവശിഷ്ടങ്ങളുണ്ട്. കിളികളുടെ ഉണ്ട്, അതുപോലെ പട്ടിയുടെ ഉണ്ട്. പട്ടിയുടെ തീട്ടമൊക്കെ ഇങ്ങനെ വാരി എറിഞ്ഞിരിക്കുക. ഇതെല്ലാം നിങ്ങൾക്ക് സ്പഷ്ടമായി കാണാം. ഞാനൊരു കവറിൽ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. നാളെ പോലീസ് സ്റ്റേഷനിൽ നാളെ അവരെ വിളിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോൾ കാണിക്കാൻ വേണ്ടി ഞാൻ കവറിൽ ഈ മലം സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. അത്ര ഗതികെട്ട ഒരവസ്ഥയിലാണ്. പോലീസ് വിളിച്ചപ്പോൾ പോലീസിനോട് അവർ പറയുന്നത്, നമ്മളെ വീട്ടിൽ ഞാനും എൻ്റെ പ്രായമായ അമ്മയുണ്ടല്ലോ, അമ്മയൊക്കെ കൂടി സംസാരിക്കുന്നത് ഇവർക്ക് ബുദ്ധിമുട്ടുന്ന അങ്ങനെ കണ്ട ഒരു അഭിപ്രായം അവർ പറഞ്ഞു എന്ന്. അതെൻ്റെ മകൾ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഈ തരത്തിൽ ആണ് അവർ പറയുന്നത്, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് അവർ പ്രതികാരം വീട്ടിയത്. എങ്ങനെ മലം കോരി, തീട്ടം കോരി, പട്ടിയുടെ തീട്ടം കോരി എന്ത് ചെയ്തു? കിണറ്റിലേക്ക് എറിഞ്ഞതെന്നാണ്. അങ്ങനെ ചെയ്യാൻ പാടുണ്ട്. അത് വിചിത്രമായ ഒരു വാദമായിട്ടാണ് അവർ വന്നിരിക്കുന്നത്. ഒരു കാരണവശാലും എന്തോ വൈരാഗ്യം ഉണ്ടെങ്കിലും ശരി, ഞാൻ അവരുമായിട്ട് പിണക്കമില്ല, ഇത്രയും നിമിഷം വരെയും പിണക്കമില്ല, പരാതിയില്ല, വഴക്കുകളൊന്നുമില്ല അയൽവക്കമായിട്ട്. പക്ഷേ അവർ പെട്ടെന്ന് ഇങ്ങനെ ചെയ്തത്, അവർ പറഞ്ഞ ന്യായം, അതിന് കിണറ്റിലേക്ക് ഈ മാലിന്യം വലിച്ചെറിയാൻ, അത് ശുചിത്വ മിഷനുമായിട്ട് ബന്ധപ്പെട്ട് നാളെ അടുത്ത പരാതി ഞാൻ കൊടുക്കാൻ തയ്യാറാകുന്നുണ്ട്. അവരവിടെ നിന്ന് അന്വേഷണത്തിന് വരും, ഇതെല്ലാം കാണും. ഇതിൻ്റെ ഈ മാലിന്യങ്ങളെല്ലാം ശേഖരിച്ച് ഞാനൊരു കവറിൽ, ഒരു കിറ്റിൽ ഞാൻ സൂക്ഷിച്ച് വച്ചിരിക്കുകയാണ്. അത്ര ഗതികേടിലാണ്. അപ്പോൾ ഇങ്ങനെ ജീവിക്കാൻ സമ്മതിക്കാതെ, എന്ത് വൈരാഗ്യം ഉണ്ടെങ്കിലും കിണറ്റിലേക്ക് ഒരു കാരണവശാലും കുടിവെള്ളത്തിലേക്ക് ഇവരിത് വലിച്ചെറിയാൻ പാടില്ലായിരുന്നു. എന്ത് വൈരാഗ്യം ആയിക്കോട്ടെ, ഒരു കാരണവശാലും അവർ കുടിവെള്ളത്തിലേക്ക് ഈ മാലിന്യം വലിച്ചെറിയാൻ പാടില്ലായിരുന്നു. അപ്പോൾ അത്രയും വളരെ വേദനാജനകമായ ഒരു സംഭവം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്കാ മാലിന്യമാണ്. അവർ പറയുന്നത് അവരുടെ കിളികളുടെ തീനയും അവരുടെ കിളികളുടെ തീട്ടവും മാലിന്യങ്ങളും എന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷേ അതാ എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് കിടക്കുന്ന മാലിന്യം നോക്കിയേ, ഇത് പക്ക പട്ടിയുടെ തീട്ടമാണോ? ഇത് നമ്മൾ പരമാവധി ഉള്ളവരിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് ഈ വാർത്ത നിങ്ങൾ കമൻ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തുകൊണ്ട് പരമാവധി ഉള്ള ആളുകളിലേക്ക് എത്തിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കാരണം കുടിവെള്ളത്തെ ഇനി മേലൊരാളും ഇതുപോലെ ചെയ്യാൻ പാടില്ല. നന്ദി.